നിങ്ങൾ ഉറങ്ങുകയാണോ? എപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചതെന്നറിയാമോ? ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ പോയ ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഉറങ്ങരുത്, ഉണർന്നിരിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ജീവിതത്തിൽ വന്നു മൂടിക്കിടക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവമേ എന്ന് നാം വിളിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോൾ, എവിടെ, എങ്ങനെ, എവിടെ വെച്ച് അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുമെന്ന് അവൻ ഒരിക്കലും നിശ്ചയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇന്നലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, നമ്മളത് കണ്ടു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ എന്നുള്ളത് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്ത് നടക്കുമെന്ന് നമുക്കാർക്കും ഒരിക്കലും നിശ്ചയിക്കുവാനോ പറയുവാനോ അറിയുവാനോ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ഉണർവുള്ളവരും ബോധമുള്ളവരും ആയിരിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴും ഉണർവുള്ളവരും എപ്പോഴും കരുതലുള്ളവരുമായിരിക്കുക. അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥന നിരതരായിരിക്കുക, എപ്പോഴും ദൈവത്തെ വിളിക്കുന്നവരാകുക. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂടുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നവരല്ല, ആരോഗ്യവും ആയുസ്സും ബലവും ശക്തിയും സമ്പത്തും പിടിപാടും ഒക്കെ ഉള്ളപ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നവരായി തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.